അതിപരിശുദ്ധം വാഴ്ത്തപ്പെടുമാറാട്ടെ. ഇന്നത്തെ വചനധ്യാനത്തിലുള്ള വേദഭാഗം എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 36 അധ്യായം 26-27 വചനങ്ങൾ. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്നും നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എന്റെ ചട്ടങ്ങൾ നടക്കുമാറാകും. നിങ്ങൾ എന്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. ഈ വചനങ്ങൾ നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഉണ്ടാകുന്ന രണ്ട് പ്രധാന മാറ്റങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നു. 26 വചനത്തിൽ കല്ലു പോലുള്ള ഹൃദയം മാറ്റി മാംസമാകുന്ന ഹൃദയമാകുന്നതും, 27 വചനത്തിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ ദൈവവചനത്തെയും കൽപ്പനയും അനുസരിച്ച് വിശുദ്ധ ജീവിതം നടക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതും രേഖപ്പെടുത്തുന്നു. ഇവിടെ ഹൃദയം എന്ന് ചൂണ്ടിക്കാണിക്കുന്നത് ഫിസിക്കൽ ഹൃദയത്തെ പറ്റിയല്ല, സ്പിരിച്വൽ ഹൃദയത്തെ പറ്റിയാണ്. ആത്മീയ ഹൃദയമാണ്. ഒരു മനുഷ്യന്റെ വിചാരം പ്രവൃത്തിയുടെ ഒരു ആരംഭം ഹൃദയത്തിൽ നിന്നാകുന്നു, തുടങ്ങുന്നു. സദൃശവാക്യം 4:23 ഇപ്രകാരം പറയുന്നു: സകല ജാഗ്രതയോടുകൂടി നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. കർത്താവ് വളരെ ഇമ്പോർട്ടന്റ് ആയി കൊടുക്കുന്ന ഒരു കാര്യമാണ് ഹൃദയം. ബൈബിളിൽ പലയിടത്തായി പല വാക്യങ്ങളുടെ കർത്താവ് നമ്മോട് സംസാരിക്കുന്നു. 1 ശമൂവേൽ 16:7 പറയുന്നു: യഹോവ ശമൂവേലിനോട് അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്നതോ പോലെയല്ല, മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്നരുളി ചെയ്തു. കല്ല് ഹൃദയമുള്ള വ്യക്തികൾ ലൗകികരും ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്നവരും ദൈവവചനത്തെയും ദൈവത്തെക്കാൾ ലോകത്തിൽ ആശ്രയം വെച്ച് ജീവിക്കുന്നവരുമാണ്. കല്ല് ഹൃദയം മാറ്റപ്പെടേണ്ടത് അത്യാവശ്യമാണ്. കാരണം കല്ല് ഹൃദയത്തെ പാറമേൽ വീഴുന്ന വ്യക്തിനോട് സൂചിപ്പിക്കാം. ദൈവം വളരെ വാല്യുബിളായി കാണുന്ന ഒരു കാര്യമാണ് ദൈവവചനം. കർത്താൻ വളരെ വിലപ്പെട്ടതാവുന്ന ദൈവവചനം നല്ല പാറപ്പുറത്ത് വീണ് പോകാൻ കർത്താവ് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. നല്ല നിലത്ത് വീഴാനായിരുന്നു. ഈ വിത്താകുന്ന ദൈവവചനം കല്ല് ഹൃദയത്തിൽ വീണാൽ പാറപ്പുറത്ത് വീഴുന്ന വിത്ത് പോലെയാകുന്നു. ആ വിത്തിൽ നിന്ന് ഫലം ഉണ്ടാവുകയില്ല. ഇതിനാൽ മനസ്സിലാക്കേണ്ടത് കല്ല് ഹൃദയം ദൈവത്തിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഹൃദയമാണ്. മറ്റുള്ളവരോട് ക്ഷമിക്കാൻ ശ്രമിക്കാത്തതും ഒരു ദയാശീലം ഇല്ലാത്തതും റിവെഞ്ച് ടേക്കിംഗ് ഹാർട്ട് അല്ലെങ്കിൽ പകാശീലമുള്ള ഹൃദയം, ഇതൊക്കെ ഉദാഹരണമായി നമുക്ക് പറയാൻ കഴിയുന്നതാണ്. അതിനാൽ തന്നെ പരിശുദ്ധാത്മാവ് നമ്മൾ വരുമ്പോൾ കല്ല് പോലുള്ള ഹൃദയം മാറ്റപ്പെടേണ്ടത് അത്യാവശ്യമാണ്. അതിനായി നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കാം. നാം ഡെയിലി പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയം വിശുദ്ധീകരിക്കാൻ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മ നമ്മൾ അധികമായി നിറയാനും പ്രാർത്ഥിക്കേണ്ടതാണ്. കർത്താവ് നമുക്ക് നൽകുന്ന ആ മാംസള ഹൃദയത്തെ നാം നിലനിർത്തുക. മാംസള ഹൃദയം വ്യക്തികൾ പരിശുദ്ധാത്മാവിനെ അധികമായി യാചിക്കുമ്പോൾ നൽകാൻ സാധിക്കുന്നു. ഇങ്ങനെ മാംസമുള്ള ഹൃദയത്തിൽ വ്യക്തികളിൽ പരിശുദ്ധാത്മാവിന് അധികമായി ചേർന്നു പോകാൻ കഴിയും. 27 വാക്യത്തിലൂടെ പറയുകയാണെങ്കിൽ ദൈവത്തിന് വളരെ അധികം ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കർത്താവ് കൊടുക്കുന്ന ഒരു കാര്യമാണ് കർത്താവിന്റെ മക്കൾ ദൈവരാജ്യത്തിൽ കടക്കണം എന്നുള്ളത്. കർത്താവിന്റെ മക്കൾ സ്വർഗ്ഗരാജ്യത്തിൽ നിത്യജീവൻ അവകാശമാക്കി കടക്കണം എന്നുള്ളത്. അതിനാൽ തന്നെ ദൈവത്തിന്റെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് ജീവിക്കുവാനും പരിശുദ്ധാത്മാവിന് നമുക്ക് വേണ്ടി കർത്താവ് ദാനമായി നൽകുന്നു. കർത്താവും കാര്യസ്ഥനുമാവുന്ന പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ അധികമായി നൽകുന്നു. പരിശുദ്ധാത്മാവ് നൽകുന്ന സഹായകൻ നമ്മുടെ തെറ്റുകളും പാപങ്ങളും പാപ സ്വഭാവങ്ങളും ചൂണ്ടിക്കാണിക്കുന്നു. അത് വചനത്തിൽ കൂടിയും ദൈവദാസന്മാരിലൂടെയും വേദപുസ്തകത്തിലൂടെയും അതുപോലെ നമ്മൾ നേരിട്ട് സംസാരിച്ചുകൊണ്ടും പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഡെയിലി പ്രാർത്ഥനയിൽ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട കാര്യമാണ് വിശുദ്ധ ജീവിതം നയിക്കുവാനും നിത്യജീവൻ പ്രാപിപ്പാനും ദൈവ ഇഷ്ടം ചെയ്തുകൊണ്ട് യേശുക്രിസ്തുവിനെ ഫോളോ ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങൾ നമ്മുടെ ദൈവം സമൃദ്ധിയുമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.